പറയുമ്പോൾ അതെല്ലാം നിങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം നിങ്ങൾ അച്ഛൻ പറയുമ്പോൾ ഭാഷാപരത്തോടെയും സ്തുതിപ്പോടെയും പ്രാർത്ഥിക്കുമ്പോൾ ആ മേഖലകളെല്ലാം ദൈവികമായ ശാസന പ്രാർത്ഥന നടത്തിയിട്ട് അതിൽ നിന്ന് കർത്താവ് അവരെ വിടുവിക്കുന്ന വലിയ നിമിഷമാണിത്. ആദ്യം കൈകൾ കൂപ്പി അച്ഛൻ മനസ്സിൽ പറയുന്ന നിങ്ങളോട് പറഞ്ഞു തരുന്ന ഓരോ വിഷയങ്ങളും സമർപ്പിക്കുന്ന കർത്താവ് എന്ന് പറയണം. മക്കളില്ലാത്തതിൻ്റെ പേരിൽ മാനസികമായിട്ട് അകന്നുപോയ ദമ്പതികളെ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഡൈവേഴ്സ് പോലും ആവശ്യപ്പെടുന്ന ദമ്പതികളെ, വിവാഹത്തിന് തടസ്സമുള്ളവരെ, ഭവനരഹിതരെ, വീട് സ്ഥലമില്ലാത്തവരെ സമർപ്പിക്കുന്ന കർത്താവേ, സ്ഥലം സംബന്ധമായ കേസിൽ അകപ്പെട്ടവരെ സമർപ്പിക്കുന്ന കർത്താവേ, ഭാഗ ഉടമ്പടി നടക്കാത്തവരെ സമർപ്പിക്കുന്ന കർത്താവേ, ഭാഗ ഉടമ്പടി കേസിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, അതിർത്തി തർക്കമുള്ളവരെ സമർപ്പിക്കുന്ന കർത്താവേ, മറ്റ് ക്രിമിനൽ കേസിലും ജയിലിലും കിടക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, കേസിൽ നല്ലൊരു തീരുമാനം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ, ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ, പരീക്ഷ എഴുതി കഴിഞ്ഞവരെ, റീവാലുവേഷന് വിട്ടിരിക്കുന്നവരെ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ, നൈപുണ്യ പരീക്ഷകളൊക്കെ ഒരുങ്ങുന്നവരെ, പലതരത്തിലുള്ള ബന്ധനങ്ങളിലും അകപ്പെട്ടിരിക്കുന്നവരെ, പ്രിയമുള്ളവരെ വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, വിസ ടെസ്റ്റ് ഇൻ്റർവ്യൂ PR എമിഗ്രേഷൻ മുതലായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, ഉടമ്പടി ചെയ്തിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളെ, ഉടമ്പടി ചെയ്യാത്തവരിന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ, എൻ്റെ മക്കളെ ഈ നിമിഷം ശക്തമായി സ്തുതിക്കട്ടെ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് നല്ലവനായ ഈശോ ഉന്നതമായ നാമത്തില്, ഈശോ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയില്, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവശക്തി സമർപ്പിച്ച വിഷയങ്ങളുടെ മേലെ കർത്താവിന്റെ കാരുണ്യം ശരിയായിട്ട് അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, അവസാനമായി മൗന പ്രാർത്ഥനയുടെ സമയമാണ്. വിഷയം അച്ഛൻ പറയാം. കൃപാസനത്തിലെ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സമയസൂചന നൽകുന്ന അമ്മയാണ്. തീയതിയും സമയവുമൊക്കെ കൃപാസനം പ്രാർത്ഥനയുടെ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഡേറ്റുകൾ ഇപ്പോൾ ഓർക്കണം. പല കാര്യങ്ങളും നടക്കണം എപ്പോഴാണ്? സമയങ്ങളിലാണ്, അല്ലേ? ഓരോ സമയത്ത്. അപ്പം നിങ്ങൾക്ക് സന്തോഷകരമോ ഉത്കണ്ഠാകരമായ സമയങ്ങളെ ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. സന്തോഷകരമോ ഉത്കണ്ഠാകരമായ സമയങ്ങൾ കുറിക്കപ്പെട്ടിട്ടില്ലേ? ഉദാഹരണത്തിന് സന്തോഷകരമായ സമയം ചിലപ്പോൾ നിൻ്റെ വിവാഹ ഡേറ്റ് ആയിരിക്കും, അല്ലെ മനസ്സമ്മത ഡേറ്റ് ആയിരിക്കും. ആ ഡേറ്റ് ഇപ്പോൾ അമ്മയെ ഏൽപ്പിക്കണം. ആ ഡേറ്റ് സംരക്ഷിക്കപ്പെടണം. ചിലപ്പോൾ നിൻ്റെ സാമ്പത്തികമായ കടങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ചിലപ്പോൾ വല്ല ലോണോ എന്തിൻ്റെയും ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വസ്തു വിൽപ്പന ഡേറ്റ് ആയിരിക്കാം. അത് നിനക്ക് ഓർക്കാം. അപ്പോൾ പരിശുദ്ധ അമ്മ വഴി ആ തീയതി ഈശോയ്ക്ക് ഏൽപ്പിക്കേണ്ട സമയമാണ്. ആ തീയതി സമർപ്പിക്കണമെന്ന് പറയണം. മനസ്സിൽ പറഞ്ഞാൽ മതി. ചിലപ്പോൾ നിന്റെ യാത്ര ഡേറ്റ് ആയിരിക്കാം, ജോലി സംബന്ധമായ യാത്രയുണ്ട്, ബിസിനസ് സംബന്ധമായ യാത്രയുണ്ട്. അതിൻ്റെ ഡേറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇന്ത്യയുടെ അകത്തായിരിക്കും, ചിലപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലായിരിക്കും, ചിലപ്പോൾ പുറത്തേക്കായിരിക്കും. ആ ഡേറ്റുകൾ ഇപ്പോൾ അനുസ്മരിച്ച് മാതാവിനെ സമർപ്പിക്കേണ്ടതാണ്.
ഡേറ്റ് സമർപ്പിക്കുമ്പോൾ സ്ഥലവും സമർപ്പിക്കണം. കാനായിലെ തന്നെ അത്ഭുതം വേണമെന്ന് സ്ഥലം നിശ്ചയിച്ചത് അമ്മയാണ്. അപ്പം ഡേറ്റ്, സ്ഥലവും ദേശവും കാലവും ഒക്കെ നിശ്ചയിക്കുന്നത് അമ്മയാണ്. ഭൗതികമായ അനുഗ്രഹങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ നിശ്ചയിക്കാനുള്ള അധികാരം, സ്വാധീനിക്കാനുള്ള അധികാരം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് നിനക്ക് സ്ഥലവും സമർപ്പിക്കാം. നീ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, നിനക്ക് പ്രൊമോഷൻ വന്നിട്ട് ട്രാൻസ്ഫർ ആകാനുള്ള സ്ഥലം ഒക്കെ സമർപ്പിക്കാം. നിനക്ക് വീട് വെക്കാനുള്ള സ്ഥലം സമർപ്പിക്കാം. PSC ആണെങ്കിൽ നിനക്ക് പരീക്ഷ എഴുതാനുള്ള സ്ഥലം സമർപ്പിക്കാം, സെൻറ്റർ സമർപ്പിക്കാം, അതിൻ്റെ ഡേറ്റ് സമർപ്പിക്കാം. മത്സര പരീക്ഷ, യോഗ്യതാ പരീക്ഷയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡേറ്റ്, സ്ഥലവും നിനക്ക് സമർപ്പിക്കാം. സെൻറ്ററും ഡേറ്റ് ആൻഡ് സെൻറ്റർ ഇപ്പോൾ സമർപ്പിക്കാം. ഡെലിവറി ആണെങ്കിൽ ഡെലിവറി സമയം സമർപ്പിക്കാം. ഇപ്പോൾ 2 മാസവും 3 മാസവും ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്, ഇത്ര മാസം ഇന്ന മാസത്തിൽ വരും ഡെലിവറി ഒക്കെ ഉണ്ടെങ്കിൽ നിനക്കറിയാമെങ്കിൽ ആ മാസം നമുക്ക് സമർപ്പിക്കാം. ഡേറ്റ് പിന്നെ കിട്ടത്തേ ഉള്ളായിരിക്കും, പക്ഷെ അതിൻ്റെ ദൈവം നിശ്ചയിക്കുന്ന ഡേറ്റ് കിട്ടാൻ വേണ്ടി നീ പ്രഗ്നൻ്റ് ആണെങ്കിൽ സമർപ്പിക്കാം. അങ്ങനെ വ്യത്യസ്തമായ ഡേറ്റുകളും സമയവും സ്ഥലവും ഇപ്പോഴേ സമർപ്പിക്കുക. കൃപാസനത്തിലെ അമ്മ സ്ഥലകാലങ്ങളുടെ മേൽ അധികാരി മാതാവിനെയാണ് ഉടമ്പടി പ്രഘോഷിക്കപ്പെടുന്നത്. അത് നിൻ്റെ ജീവിതത്തിൻ്റെ ഭൗതിക മണ്ഡലങ്ങളെല്ലാം സ്വാധീനിക്കാൻ ശക്തിയുള്ള മറിയത്തിൻ്റെ മാധ്യസ്ഥമാണ്. എനിക്ക് പരിചയമുള്ള എല്ലാ ഡേറ്റുകളും. ചില കടങ്ങൾ ഇന്ന ദിവസം വീട്ടിലെങ്കിൽ ജപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സങ്കടത്തിൻ്റെ ഡേറ്റും ഉണ്ടാകാം, അത് നിനക്ക് സമർപ്പിക്കാം. ചില ഒത്തുതീർപ്പുകൾ, ചർച്ചകൾ, കേസുകൾ നടക്കുന്ന ഡേറ്റ് ഉണ്ട്, അത് നിനക്ക് സമർപ്പിക്കാം. മൗനമായി സമർപ്പിക്കുക. കർത്താവേ, അങ്ങയുടെ മക്കൾ മനസ്സിൽ അവരുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ, സ്ഥലവും സമയവും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശോ. അത് സാക്ഷ്യമാക്കി മാറ്റുവാൻ, മക്കളെ സന്തോഷിപ്പിക്കുവാൻ നീ ആ സ്ഥലകാലങ്ങളുടെ മേൽ നിൻ്റെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസപ്രമാണം ചൊല്ലിടെ. സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനെ നടർത്താവുമായ ശംശാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ കന്യകാമരത്തിൽ നിന്ന് പിറന്ന ബന്ധുസ്പിടാത്തോസിൻ്റെ കാലത്തെ പീഡനം സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിലിറങ്ങി മരിച്ചവിടെ നിന്ന് 3-ാം നാൾ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗം അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ ഓരോന്നും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്ന വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിനത്തും ആയുധത്തിലും വിശ്വസിക്കുന്ന യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം കർത്താവേ, എൻ്റെ ഈശോയെ അവിടുന്ന് എന്നെ തൊട്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ശക്തമായി സ്തുതിക്കട്ടെ. നമ്മുടെ സങ്കടങ്ങളെല്ലാം സമർപ്പിച്ച് സ്തുതിക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞു സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും എൻ്റെ പേര് ചിഞ്ചു. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. 5 വർഷമായി ഞാൻ അവിടെ പോയിട്ട്. 2019 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. മാതാവ് എനിക്ക് ഇതുവരെ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ എന്തായി നിൽക്കുന്നോ അത് കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന് ഞാൻ മാതാവിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ സാക്ഷ്യം പറയാൻ ഞാൻ ലേറ്റ് ആയതിന് മാതാവിൻ്റെ അടുത്ത് ഞാൻ അതിൽ കൂടുതൽ ഞാൻ സോറി ചോദിക്കുന്നു. 2019 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ OET ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. റൈറ്റിംഗ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ പോയി. അങ്ങനെ ആണ് OET ഇവിടെ വന്ന് ഉടമ്പടി ഇവിടെ വന്ന് എടുക്കുന്നത്.
അങ്ങനെ രണ്ടാമത് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് സെക്കൻഡ് അറ്റംപ്റ്റ് OET പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഇത് മാതാവിൻ പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളി എന്നതിനപ്പുറം ഇവിടെ ഉടമ്പടി എന്നുള്ളൊരു കാര്യം അങ്ങനെയൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനും എൻ്റെ കൂടെയുള്ള വേറെ 2 ചേച്ചിമാരും കൂടെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഉടമ്പടി എന്നുള്ളൊരു കാര്യത്തെപ്പറ്റിയൊക്കെ അറിയുന്നതും ഉടമ്പടി എടുത്താണ് ഞങ്ങൾ അന്ന് തിരിച്ചു പോയത്. തിരിച്ചു പോയി എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു. എക്സാമിൻ്റെ സമയത്ത് എൻ്റെ എല്ലാ പേപ്പേഴ്സിലും റൈറ്റിങ്, ലിസണിങ്, റീഡിങ് എൻ്റെ എല്ലാ ഷീറ്റ്സിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചാണ് ഞാൻ എൻ്റെ എക്സാംസ് മുഴുവനും അറ്റംപ്റ്റ് ചെയ്തത്. എനിക്ക് ആ അറ്റംപ്റ്റിൽ എനിക്ക് സ്കോർ കിട്ടി, എനിക്ക് OET കിട്ടി. എൻ്റെ കൂടെ വന്ന് എഴുതിയ ബാക്കി പലർക്കും കിട്ടിയില്ല. ഞങ്ങൾ അന്ന് 5 പേർക്കാണ് സ്കോർ കിട്ടിയത്. സ്കോർ കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാനായിരുന്നു താല്പര്യം. അത് അങ്ങനെ ആ ഒരു ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു കൺട്രി എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചാണ് മാതാവിനോട് ചോദിച്ച്, മാതാവിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുമ്പോട്ടുള്ള എൻ്റെ പ്രോസസ്സിങ് എനിക്ക് നടത്തി തരാവുള്ളൂ എന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ പ്രോസസ്സിങ്ങിന് ഇറങ്ങി തിരിച്ചത്. ഇവിടെ പലരും സാക്ഷ്യം പറഞ്ഞാണെങ്കിലും പലരുടെയും ജീവിതാനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രോസസ്സിങ്ങിന് ഇറങ്ങിയ സമയത്ത് തടസ്സങ്ങളായിരുന്നു, അങ്ങനെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. തടസ്സം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. 1 വർഷത്തിനുള്ളിൽ എനിക്ക് സ്കോർ കിട്ടി. 1 വർഷത്തിനുള്ളിൽ യാതൊരു തടസ്സവും കൂടാതെ എനിക്ക് ഓസ്ട്രേലിയയിൽ ചെല്ലാൻ പറ്റി. അത് എൻ്റെ കഴിവുകൊണ്ടോ ഒന്നുമല്ല, മാതാവിൻ്റെ അനുഗ്രഹം. മാതാവിനോട് ചോദിച്ച് ഞാൻ സെലക്ട് ചെയ്ത കൺട്രിയാണ്. മാതാവിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചാണ് ഈ A to Z കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എവിടെ പോകുന്നതിന് മുമ്പും, ഈ പ്രോസസ്സിങ്ങിൻ്റെ എന്ത് കാര്യങ്ങൾക്ക് എവിടെ പോകുന്നതിന് മുമ്പും ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റി. 2020 ഞാൻ ഓസ്ട്രേലിയയിൽ പോയി. ഓസ്ട്രേലിയയിൽ പോയത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിഡിൻ്റെ ടൈമിലാണ്. 2020 കോവിഡിൻ്റെ ടൈമിലാണ് ചെല്ലുന്നത്. 5th മാർച്ചിലാണ് ഞാൻ ഓസ്ട്രേലിയയിൽ ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് അന്ന് ആ മാർച്ച് 5th എനിക്ക് ഓസ്ട്രേലിയയിൽ അന്ന് കയറി പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അടുത്ത 3 വർഷത്തേക്ക് എനിക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റില്ലായിരുന്നു. കാരണം കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് കാരണം അവർ ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്തു 3 വർഷത്തേക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു മോർ ദാൻ 10 lakhs നമ്മൾ പൈസ കൊടുത്തിട്ടേക്കാണ്. അപ്പോൾ എനിക്ക് കയറി പോകാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല എൻ്റെ ജീവിതം, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാതാവിൻ്റെ അനുഗ്രഹവും കൊണ്ട് മാർച്ച് 5th അവിടെ ചെല്ലാൻ പറ്റി. ഞങ്ങൾ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് ഫുൾ ക്ലോസ് ചെയ്തു. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു 3 മാസത്തെ കോഴ്സ് നമ്മൾ ചെയ്യണം അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആ കോഴ്സും വലിയ ബുദ്ധിമുട്ടില്ലാതെ, പ്ലേസ്മെൻ്റ് ഒക്കെ ഇടയ്ക്ക് ക്യാൻസലായി പോയെങ്കിലും വലിയ തടസ്സങ്ങൾ കൂടാതെ ആ കോഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ജോലി കിട്ടുക എന്നുള്ളത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളെക്കാളും 2-3 മാസം മുന്നേ കോഴ്സ് കഴിഞ്ഞ് ഇരിക്കുന്നവരും അവിടെ ഒരു ഇൻ്റർവ്യൂവിന് പോലും ഇൻവിറ്റേഷൻ കിട്ടാതെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി പേടിച്ചു പോയി. എങ്കിലും പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നു. എന്നും കൊന്ത ചൊല്ലും, എന്നും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും, എല്ലാം ഓൺലൈനായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ കൂടും. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഓഗസ്റ്റിൽ എൻ്റെ കോഴ്സ് കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഓഗസ്റ്റിൽ കോഴ്സ് കഴിഞ്ഞ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന്. കിട്ടിക്കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോൾ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ 2-3 മാസം മുന്നേ കോഴ്സ് കഴിഞ്ഞവരും അവിടെ ഇരിക്കുകയാണ് ജോലിക്കൊരു ഇൻ്റർവ്യൂവിന് ഇൻവിറ്റേഷൻ പോലും കിട്ടാതെ. അപ്പോൾ എല്ലാവരും എനിക്കന്നേരം വെറും 2 വർഷത്തെ എക്സ്പീരിയൻസുമായിട്ടാണ് ഞാൻ ഓസ്ട്രേലിയക്ക് പോകുന്നത്. അതും ബോംബെയിലുള്ളൊരു ഹോസ്പിറ്റലിൽ നിന്ന്. എൻ്റെ കൂടെയുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് പ്രൊഫൈലുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ദുബായിലും സൗദി അങ്ങനെ നല്ല നല്ല മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിലും +5 years എക്സ്പീരിയൻസ് ഉള്ളവർ, 5, 8 or 10 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവർക്ക് പോലും ഇൻ്റർവ്യൂവിന് ഒരു ഇൻവിറ്റേഷൻ കിട്ടുന്നില്ലായിരുന്നു. ആ സമയത്ത് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ചിഞ്ചുവിന് സ്റ്റുഡൻറ്റ് വിസ നോക്കുന്നതായിരിക്കും നല്ലത്. ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ചിഞ്ചുവിന് ജോലി കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നോക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. ഞാനത് നോക്കിയില്ല. ഞാൻ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് മന്ത് തന്നെ എനിക്ക് ഓഗസ്റ്റിൽ രജിസ്ട്രേഷൻ കിട്ടി. സെപ്റ്റംബറിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തു. അതും സിഡ്നിയിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ, നല്ലൊരു സെമി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടി. അതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്, എന്നാൽ പ്രൈവറ്റിൻ്റെ സാലറിയുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി കിട്ടി. അതിൻ്റെ അകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിലേക്ക് കയറുന്നതിന് മുമ്പ് നടുമുറ്റത്തായിട്ട്
ഫ്രണ്ടിലായിട്ട് ഹോസ്പിറ്റലിൽ നടുമുറ്റത്തായിട്ട് മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണതിന് മുമ്പ് ചുമ്മാ ഗൂഗിളിൽ ഈ ഹോസ്പിറ്റലിൻ്റെ ഫോട്ടോസ് കാണാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ ആ രൂപം നടുമുറ്റത്തിരിക്കണം കണ്ടപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് അങ്ങേയറ്റം ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ തന്നെ ജോലി കിട്ടണേന്ന് പ്രാർത്ഥിച്ചു. സെപ്റ്റംബറിൽ അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് അവരുടെ വിസ പ്രോസസ്സിങ് ഒത്തിരി സ്ലോ ആയിരുന്നു. ഓസ്ട്രേലിയയിലെ ഇമിഗ്രേഷൻ ലോസൊക്കെ വിസ കുറച്ച് മുമ്പോട്ടുള്ള അവരുടെ പേപ്പർ വർക്ക്സ് ഒക്കെ കുറച്ച് സ്ലോ ആണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ വർഷം തന്നെ ജോലിക്ക് കയറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു 2020. പക്ഷേ അത് നടന്നില്ല. അങ്ങനെ 2021 ജനുവരിയിലാണ് ഞാൻ ജോലിക്ക് കയറിയത്. ഇതിപ്പോൾ പറയുമ്പോൾ ഒരു ഷോർട്ട് പീരീഡായിട്ട് തോന്നുമെങ്കിലും നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ജോലിയില്ലാതെയാണ് നമ്മൾ നിൽക്കണേ. ഈ ഫുഡ് അക്കോമഡേഷൻ്റെ ഒക്കെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് യാതൊരു ഇൻകം ഇല്ല. അങ്ങനെ 2021 ജനുവരിയിൽ എനിക്ക് ജോലിക്ക് കയറാൻ സാധിച്ചു. അപ്പോൾ എനിക്കെപ്പോഴും മാതാവിൻ്റെ അടുത്തൊരു ചെറിയൊരു പരാതി പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച് എനിക്ക് ജോലി കിട്ടി, മാതാവിനെ ഇവിടെ മേരി എത്തിച്ചു, എങ്കിലും എന്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റിയില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ടായിരുന്നു. അതിനുള്ളൊരു ഉത്തരമായിട്ട് മാതാവിനെ കാണിച്ചു തന്നെ ഈ സിഡ്നിയിൽ, ഞാൻ പറഞ്ഞ പോലെ സിഡ്നിയിലൊരു പ്രോപ്പർ സിറ്റിയിലുള്ളൊരു ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലി കിട്ടിയത്. എല്ലാവർക്കും അറിയായിരിക്കും, സിറ്റി സൈഡിലൊക്കെ റെൻറ്റ് ഭയങ്കര കൂടുതലാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ മാതാവിൻ്റെ ഒരു കരുതലായിരുന്നു എന്നെ അത്രയും താമസിച്ച് മാതാവ് ജോലിക്ക് കയറ്റിയത്. കാരണം അവിടെ സിറ്റിയിൽ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു റേറ്റിൽ മാതാവ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ മാതാവ് എനിക്ക് അവിടെ ഒരു താമസം ഉണ്ടാക്കിയത്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ ജോലിക്ക് കയറി. ജനുവരിയിൽ ഞാൻ ജോലിക്ക് കയറി. പിന്നെ ഞാൻ അടുത്തത് എയിം ചെയ്തത് എനിക്ക് PR കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ മാർച്ചിൽ ഞാൻ PR-നിട്ടു. മാർച്ചിൽ PR-നിട്ടപ്പോഴും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, സിറ്റിയിൽ നിന്നിട്ടാണ് നീ PR-നിടുന്നത്, അതും വെറും 65 പോയിൻ്റ് എനിക്കുള്ളൂ, PR-ന് നിനക്ക് ഇൻവിറ്റേഷൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ലെന്ന് എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു. കാരണം എന്നേക്കാളും പോയിൻറ്റ്സ് അവിടെ ഉള്ളവർ 95 പോയിൻറ്റ്സ് ഉള്ളവരവിടെ PR ഇൻവിറ്റേഷൻ കിട്ടാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ച്, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ മാർച്ചിൽ ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നുമില്ല. എന്നിട്ട് ജൂൺ ആയപ്പോഴേക്കും എനിക്ക് ഇൻവിറ്റേഷൻ വന്നു. അതായത് ഞാൻ ആപ്ലിക്കേഷൻ ഇട്ട് 3 മാസത്തിനുള്ളിൽ എനിക്ക് ഇൻവിറ്റേഷൻ വന്നു. 6 മന്ത്സിനുള്ളിൽ ജോലിക്ക് കയറി 6 മന്ത്സിനുള്ളിൽ എനിക്ക് ഇൻവിറ്റേഷൻ വന്നു. അതും 190ക്ക് വേണ്ടിയിട്ട്. അവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും, സാധാരണ റീജിയണൽ വിസയാണ് അവർ കൂടുതലും കൊടുക്കുന്നത്. പക്ഷേ സിറ്റിയിലാണെങ്കിൽ കൂടിയും 65 പോയിൻറ്റ്സ് വെച്ചിട്ട് എനിക്ക് യാതൊരു റൈറ്റും ഇല്ല എനിക്ക് ആ PR-ന് ഇൻവിറ്റേഷൻ കിട്ടി. അത് ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് ഉറച്ചു നിന്നുകൊണ്ടാണ് മാതാവിൻ്റെ അടുത്ത് എന്ത് പേപ്പർ വർക്ക്സിന് ഞാൻ എന്തിറങ്ങിത്തിരിക്കണതിന് മുമ്പും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് തൈലം വെച്ച് കുരിശ് വരച്ചാണ് ഞാൻ എൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം ഞാൻ എന്തിനിറങ്ങിത്തിരിച്ചോ അപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ബൈബിള് വായിച്ച് ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത്, ഞാൻ ഓൺലൈനായിട്ട് ഉള്ള പത്രം ഞാൻ പ്രിൻ്റ് എടുത്ത് മാതാവിൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് പ്രതീക്ഷീകരണ പ്രാർത്ഥനയെ അറ്റാച്ച് ചെയ്ത് അവിടെ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ പള്ളികളിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഒരു ലേഡി ഞാനിങ്ങനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു, ഇത് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഒരു പള്ളിയാണ്, മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയാണ്, ഒത്തിരി മിറാക്കിൾസ് അവിടെ നടക്കുന്നുണ്ട്, ഇതാണ് ആ മാതാവിനോടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന ചൊല്ലണം, ഇതാണ് മാതാവിൻ്റെ രൂപം എന്ന് പറഞ്ഞ് ഞാൻ എല്ലാം പറഞ്ഞാണ് എല്ലാവർക്കും പത്രം കൊടുക്കുന്നത്. അതുകൂടാതെ ഞാൻ നാളെ പത്രം കൊടുക്കാൻ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ പത്രങ്ങളിലും തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പത്രം ഇരിക്കുന്ന വീടുകളിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണോ മാതാവും ഈശോയും കൂടെ നടത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ആ പത്രം എല്ലാവർക്കും കൊടുത്തത്. അങ്ങനെ ഒരു ലേഡിക്ക് ഇങ്ങനെ പത്രം കൊണ്ടുപോയി കൊടുത്തു. പിന്നെ നെക്സ്റ്റ് വീക്ക് ഞാൻ പള്ളിയിൽ കുർബാനയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ലേഡി എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ ആ നീ പറഞ്ഞ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു, ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് ഓൾറെഡി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് പറഞ്ഞു കേട്ടപ്പോൾ. പിന്നെ അങ്ങനെ ഒത്തിരി
ഒത്തിരി അനുഭവങ്ങൾ, മാതാവ് മഴവില്ലായിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ പറയാനാണെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞ് തീരില്ല. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ എൻ്റെ ബ്രദറിന് ഓസ്ട്രേലിയക്ക് വരാൻ പറ്റി. അത് അവന് ഫ്രീ 1 ഇയർ അക്കോമഡേഷൻ, യൂണിവേഴ്സിറ്റി 1 ഇയർ ഫ്രീ അക്കോമഡേഷൻ കൊടുത്ത് 30% സ്കോളർഷിപ്പോട് കൂടിയാണ് അവന് ഓസ്ട്രേലിയയിൽ വരാൻ പറ്റിയത്. അങ്ങനെ ഒത്തിരി ഒരു 100 കോടി അല്ല മാതാവ് അനുഗ്രഹങ്ങൾ തന്നത്. ആ അനുഗ്രഹങ്ങൾ തന്നത് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ ലേറ്റായി. അതിന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒന്നുകൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ബോണി. ഞാൻ കുത്താട്ടുകുളത്ത് നിന്ന് വരുന്നു. ഞാനൊരു ഓർത്തഡോക്സ് സഭാംഗമാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞൊരു സമയത്ത് ആണ് ഒരു കൃപാസന പത്രം കിട്ടുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഞാനും എൻ്റെ ആൻറ്റിയും കൂടെ 2023 ജൂൺ 16 ഇവിടെ ആദ്യമായി വരുന്നത്. സോ ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ എല്ലാവരെയും പോലെ തന്നെ അത് 100% കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒന്നും സംഭവിച്ചില്ല. പക്ഷേ 1ാം പ്രാവശ്യം പുതുക്കലിലാണ് ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാനും സാധിച്ചത്. സോ അതിൻ്റെ ഫലമായി ഞാൻ ഉടമ്പടിയിൽ വെച്ച 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ OET പാസ്സാവുക. ബേസിക്കലി ഞാനൊരു നേഴ്സാണ്. അപ്പം ടീച്ചിങ് ആയിരുന്നു പ്രൊഫഷൻ. എന്നാൽ കൂടിയും പുറത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് കടമ്പ OET ആണ്. അപ്പോൾ എനിക്ക് ട്വിൻ ബോയ്സ് ആണുള്ളത്. അതുകൊണ്ട് വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും പഠിക്കാൻ പറ്റില്ല. കാരണം പിള്ളേർക്ക് എപ്പോഴേലും അസുഖമാവും, വീട്ടിൽ എപ്പോൾ വിളിച്ചാലും വരേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അധികാരം പാസ്സാവാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു സെലക്ട് ചെയ്തത്. പക്ഷെ അപ്പോഴും എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഉടമ്പടിയിലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ പാസ്സാകുമെന്ന്. സോ അതൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പം അച്ഛൻ പറഞ്ഞു, എല്ലാവരും 2-3 മാസം പഠിച്ചിട്ടാണ് എഴുതുന്നത്, ഇതൊരു 20 days അല്ലേ ഉള്ളൂ, പാസ്സാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പാസ്സാവും. സോ അങ്ങനെ ഒരു 20 ദിവസം മാത്രമേ എനിക്ക് ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പല പ്രശ്നങ്ങളും പിള്ളേരുടെ കാര്യങ്ങളായതുകൊണ്ട്. അങ്ങനെ ഞങ്ങളൊരു 14 പേർ എക്സാം എഴുതി, 2 പേരാണ് പാസ്സായത്. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പം അമ്മ മാതാവ് ആ അനുഗ്രഹം തന്ന് എല്ലാ മൊഡ്യൂൾസും അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഓരോ സിസ്റ്റം കയറും. ലൈക്ക് പുതിയ ഓരോ ലൈക്ക് ഇവാലുവേഷൻ സിസ്റ്റം വരുന്നതിൻ്റെ ബേസിൽ അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെ OET പാസ്സായി. സോ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്ത് അയർലൻഡായിരുന്നു. ഒരു 3-4 മാസത്തേക്ക് ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ ആകെപ്പാടെ കഷ്ടപ്പാടായി. പിന്നെ ഞാൻ എൻ്റെ സ്പെഷ്യാലിറ്റി സൈക്യാട്രി ആയതുകൊണ്ടും എനിക്ക് ക്ലിനിക്കൽ ഫീൽഡിൽ അധികം എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. ടീച്ചിങ്ങിലൊരു 9 years ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മിഡിൽ ഈസ്റ്റുകാർക്ക് കൂടുതൽ പ്രെഫറൻസ് കൊടുത്ത് അവർ 6-7 വർഷമുള്ള ആൾക്കാർക്ക് പ്രെഫറൻസ് കൊടുത്തു. അപ്പോഴെനിക്ക് 2-3 വർഷം മാത്രമേ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് എൻ്റെ 2ാമത്തെ പുതുക്കലിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ മെയിലൊന്നും നോക്കാത്ത ഒരാളാണ് പൊതുവേ. സോ ഒരു ദിവസം ഇങ്ങനെ ആരോ എന്നോട് പറയുന്നുണ്ട് മെയിലൊന്ന് തുറന്നു നോക്കാൻ. സോ മെയിൽ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ കാണുന്നത് എനിക്കൊരു സൂമിൽ ഇൻ്റർവ്യൂ കോളായിരുന്നു. സോ അങ്ങനെ അയർലൻഡിൽ ഒരു നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടി. സോ അതും അമ്മയുടെ വലിയ അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയത്. സോ 3ാമതായിട്ട് എനിക്ക് സിസേറിയൻ ആയിരുന്നു എമർജൻസി. അത് കഴിഞ്ഞ് എനിക്ക് ഫുൾ നടുവേദനയായിരുന്നു, ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. സോ ഞാൻ ആദ്യത്തെ ഉടമ്പടി വെച്ചായിരുന്നു, നടുവേദനയുടെ കാര്യം വെച്ചായിരുന്നു. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചു. സോ അതിനുശേഷം എനിക്കങ്ങനെ നടുവേദന ഉണ്ടായിട്ടില്ല. തുടർച്ചയായിട്ട് ഞാൻ ഈ വർഷവും പങ്കെടുത്തു. അങ്ങനെ 3 വർഷം ജപമാല റാലി എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അത്രയും കിലോമീറ്റേഴ്സ് നടന്നിട്ടൊന്നും എനിക്കൊന്നും നടുവേദന വന്നില്ല. അതുപോലെ ഹോസ്പിറ്റൽ വർക്ക് ഇപ്പോൾ ചെയ്യുമ്പോഴാണെങ്കിൽ കൂടെയും എനിക്ക് നടുവേദന വരാറില്ല. സോ ഇങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് സാധിച്ചു തന്നു. അതുപോലെ പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടു. അതുപോലെ മാതാവിനെക്കുറിച്ച് അറിയാവുന്നവരോടൊക്കെ മാതാവിനോട്ട് അടുപ്പിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോൾ അയർലൻഡിലാണെങ്കിലും അവിടെയുള്ള എല്ലാവർക്കും മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അതുപോലെ ഇവിടുത്തെ ഇംഗ്ലീഷ് എഡിഷൻ ന്യൂസ് പേപ്പറൊക്കെ കൊണ്ടുപോയി കൊടുത്തായിരുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ ഒരു ദിവസം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ലൈക്ക് ഡെയിലി ബ്രെഡ് കണ്ടിട്ടാണ്. അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് വിശുദ്ധതൈലം ഉപയോഗിക്കും. ഈ 1 വർഷമായിട്ട് മരുന്നുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതായത് അവിടെ അറിയാം നിങ്ങൾക്ക് അവിടെ എക്സ്ട്രീം കോൾഡാണ്. സോ ഒരു മരുന്ന് ഉപയോഗിക്കേണ്ടി വന്നില്ല. ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചാണ്
ഒരു പനിയോ അങ്ങനെ ഒരു സംഭവങ്ങളോ ഫ്ലൂ ഒന്നും വന്നിട്ടില്ല. ഈ വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം മൂലം എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അതുപോലെ കുറേ ആൾക്കാർക്ക് മാതാവിനെ കൊടുക്കാൻ സാധിച്ചു. പിന്നെ പള്ളിയിൽ പോകുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ഓഫ് ഡേയ്സിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സോ അത് റെഗുലറായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ ആൾക്കാർ തന്നെ ചോദിക്കുമായിരുന്നു, അവിടെ ആരും അങ്ങനെ യങ്സ്റ്റേഴ്സ് അവിടെ പള്ളിയിൽ വരാറില്ല. സോ ചോദിക്കുമായിരുന്നു നിങ്ങൾ എവിടെ നിന്ന് എന്താ അങ്ങനെ. അപ്പോൾ മാതാവിനെ കുറിച്ച് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. സോ ഇനിയും 2 കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതേതായാലും അടുത്ത വർഷം ഞാൻ ഇവിടെ ഈ മാതാവിൻ്റെ അൾത്താരയിൽ തന്നെ വന്ന് ഞാൻ സാക്ഷ്യം പറയും. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അമ്മ മാതാവ് അതെനിക്ക് സാധിച്ചു തരുമെന്ന്. സോ ഇത്രയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന അമ്മ മാതാവിന് 1000 നന്ദി. കാരുണ്യ പ്രവർത്തികൾ ഇപ്പം അവിടെയാണെങ്കിലും ആരുമില്ലാത്ത ആൾക്കാരുണ്ട്. സോ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ മന്ത്ലി അവർക്ക് ഒരു എമൗണ്ട് കൊടുക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് എഡിഷൻ ന്യൂസ് പേപ്പർ അവിടുത്തെ പള്ളികളിലൊക്കെ കൊണ്ട് കൊടുക്കും. അവർക്കൊക്കെ നല്ല സ്വീകാര്യതയാണ് അമ്മ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ. സോ നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതുകൊണ്ടും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും ഒത്തിരി ആൾക്കാർ ഈ നമ്മുടെ കൃപാസനത്തിനെക്കുറിച്ചും എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ അമ്മയെ കൂടുതൽ പ്രകൃതിക്കാൻ എനിക്ക് സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോഴാണെങ്കിലും ഞാൻ ഈ റീസെൻ്റ്ലി ഡാഡിയെ കൂടെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണെങ്കിലും അവിടെ ഞാൻ കണ്ടു എൻ്റെ കൂടെ പഠിച്ച് OET പാസ്സായി ഹൈ സ്കോറോട് പാസ്സായ ആൾക്കാർ ഇപ്പോഴും പോകാൻ സാധിക്കാതെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ലൈക്ക് OET പാസ്സായാലും അവിടെ കയറണമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അതിന് 2 അറ്റംപ്റ്റേ ഉള്ളൂ. സോ അതിലും ഫെയിലായിട്ട് നാട്ടിൽ വന്ന കുറേ പിള്ളേരെ എനിക്കറിയാം. സോ ഇത്രയൊക്കെ നോക്കുമ്പോൾ അമ്മ ഇത്രയും ഉയർത്തി, ഒരു കഴിവില്ലാതെ എന്നെ ഇത്രയും ഉയർത്തി എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് OET തന്നു. അതുപോലെ എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും എനിക്കൊരു മിറാക്കിളായിട്ട് എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. സോ ഇങ്ങനെയൊക്കെ ജോലിയൊക്കെ തന്നു. എല്ലാ കാര്യങ്ങളിലും എന്നെ വഴി നടത്തുന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.